ചെങ്ങമനാട് കപ്രശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് അനുസരിച്ചത് മൂലമെന്ന സംശയം ശക്തം. വടക്കുംചേരി വീട്ടിൽ ജെയ്സിയുടെ മകൻ അക്നലിന്റെ മരണത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അക്നലിനെ വെള്ളിയാഴ്ച വൈകിട്ട് വീടിനകത്ത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ കാരണമറിയാൻ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ചെയ്ത സാഹസിക കൃത്യമാണ് മരണമായതെന്നാണ് വിലയിരുത്തൽ. ഫോണിൽ രഹസ്യ നമ്പർ ഉണ്ടാക്കിയാണ് അക്നൽ ഗെയിം കളിച്ചിരുന്നത്. അമ്മയുടെ ഫോണിൽ ഡെവിൾ എന്ന പേരിലുള്ള ഗെയിം ഉണ്ടായിരുന്നു. ഇതാണ് സംശയം ബലപ്പെടുത്തുന്നത്. മറ്റ് ദുരൂഹതകളൊന്നും കണ്ടെത്താനുമായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അക്നൽ ഉപയോഗിച്ചിരുന്ന ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് എടുത്തു. മഴക്കോട്ട് ധരിച്ച് മുഖം മറച്ച് കൈകൾ പിന്നിൽ കെട്ടി വായ് പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം. താടിയെല്ലിന് മുറിവുണ്ടായിരുന്നു. ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായി ചെയ്ത സാഹസിക കാര്യങ്ങൾ മൂലം ജീവഹാനി സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പിതാവ് മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന സമയവും മൊബൈൽ ഫോണിലെ ഓൺലൈൻ ഗെയിം ഓണായിരുന്നു. മാതാവ് ജിനിയുടെ ഫോണാണ് കുട്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു ഫോണിൽ നിന്ന് അക്നൽ ജെയ്മിയെ വിളിച്ചിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ടാക്സി ഡ്രൈവറായ ജെയ്മി കളമശ്ശേരിയിൽ നിന്ന് ഓട്ടം കഴിഞ്ഞ് വരികയാണെന്നും ഉടനെ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നു. കൃത്യസമയത്ത് വീട്ടിലെത്തിയ അക്നൽ അമ്മ ജിനിയോട് കുടുംബവിശേഷങ്ങൾ പറഞ്ഞു. അക്നലിന് പ്രശ്നങ്ങളുണ്ടെന്ന സൂചനകളൊന്നും ആർക്കും കിട്ടിയില്ല. മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന ഏക സഹോദരി ഏഞ്ചലിനെ കാണാൻ ശനിയാഴ്ച കുടുംബസമേതം പോകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി പലഹാരമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അമ്മ. പിന്നീട് അക്നൽ കിടപ്പുമുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ജെയ്മിയും വീട്ടിലെത്തി. അക്നലിന്റെ മുറി പൂട്ടിയ നിലയിലായിരുന്നു. ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഇതോടെ ജെയ്മി വീടിന്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന CISF ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ അക്നലിനെ കണ്ടെത്തിയത്. ഉടനെ തന്നെ ദേശം CA ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കപ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മകൻ പല ഭാഷകളിൽ ആളുകളുമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും ജെയ്മി പറയുന്നു. അതിനിടെ 10ാം ക്ലാസ്സുകാരൻ ആത്മഹത്യാ സംഭവം ഞെട്ടിക്കുന്നതെന്ന് ആലുവ MLA അൻവർ സാദത്ത് പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഓൺലൈൻ കില്ലർ ഗെയിമുകൾക്ക് തടയിടണം. IT വിദഗ്ധരുടെ സഹായത്തോടെ സർക്കാർ തലത്തിൽ പരിഹാരം കാണണമെന്ന് അൻവർ സാദത്ത് ആവശ്യപ്പെട്ടു. ഈ ഒരു കാലത്ത് നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ ഈ ഒരു ഗെയിമിന് അഡിക്റ്റായി മാറിയിരിക്കുന്നത്. പല രീതിയിലുള്ള PUBG പോലുള്ള ഗെയിമുകൾ പല സ്ഥലത്തും നിരോധിച്ചെങ്കിലും ഇപ്പോഴും അതിന് പകരമായി തന്നെ നിരവധി ഗെയിമുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല കുട്ടികളും, അതായത് പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളും ഇതിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഏവരും ആവശ്യമുന്നയിക്കുന്നത്.